സർ, ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാനാണ് വന്നതെങ്കിലും ഇന്നലെ തലസ്ഥാനത്തും എത്തിയിരുന്നു. തലസ്ഥാനത്തെത്തിയത് പ്രധാനമായി AK ആൻ്റണിയെ ചെന്ന് കണ്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, KPCCയിലെ പ്രധാന വമ്പന്മാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അതിനേക്കാൾ അപ്പുറം AK ആൻ്റണിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തായിരിക്കും? എനിക്ക് ആ സന്ദർശനം വലിയ തമാശയായിട്ടാണ് തോന്നിയത്. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഭാവി പ്രസിഡൻറ്റുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് എനിക്കത് തോന്നിയത്. അത് ചിലപ്പം രഞ്ജിനിക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഇവരുടെയൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പരസ്പരം തോളിൽ തട്ടിയും കെട്ടിപ്പിടിച്ചും കരഞ്ഞും ഒക്കെ ആശ്വസിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്നുള്ള ഒരു സ്ഥാനപ്പേരോടുകൂടി ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്നു ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തു. ഉമ്മൻചാണ്ടി എൻ്റെ ഗുരുവായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം അത് പറയാൻ വലിയ പ്രയാസമായിരുന്നു. ഇപ്പം ആകെ എന്തോ ഒരു പ്രതീക്ഷ നിൽക്കുന്നത് കേരളത്തിലാണ് കേട്ടോ. വണ്ടി ഓടിച്ചുകൊണ്ട് പോകണ്ടേ, അതിന് പൈസ വേണ്ടേ? ഇവർക്ക് കുടുംബക്കാർക്ക് കുഴപ്പമില്ല. സോണിയാഗാന്ധിക്കും പിള്ളേർക്കും ഒക്കെ നല്ല വസ്തുവകകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ആർഭാടമായിട്ട് തന്നെ രാജകീയമായിട്ട് തന്നെ ജീവിക്കാം. പ്രിയങ്ക ഗാന്ധിക്കും പിന്നെ സോണിയയുടെ മരുമോൻ വാദ്ര അല്ലേ, റോബർട്ട് വാദ്രയ്ക്കും ഒക്കെ കോടികളാണ് ആസ്തിയും സമ്പത്തും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ അതിനെ ഓടിച്ചുകൊണ്ട് പോകണ്ടേ? അപ്പോൾ ഇവരുടെ ഒരു പ്രതീക്ഷ 2026 കേരളത്തിലങ്ങ് പിടിച്ചു കളയും, കേരളം ഇങ്ങ് കോൺഗ്രസ് ഭരിക്കും എന്നൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കർണാടകയുണ്ടല്ലോ കയ്യിലെ, അപ്പോൾ അത് വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയും. എല്ലാവർക്കും വിമാനത്തിൽ ഇന്ധനം നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുശാലായിട്ട് നടക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേരളത്തിലോട്ട് വന്ന് ചാടിയിരിക്കുന്നത്. അപ്പോൾ AK ആൻ്റണി ജീവിതകാലം അത്രയും പാർട്ടിയിലൂടെ ജീവിച്ച ആളാണ്. ചോദിച്ചാൽ പറയും ലാളിത്യത്തിൻ്റെ ഉറവിടമാണ്, മുഖമുദ്രയാണ് എന്നൊക്കെ. ആർക്കും വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. KPCC ഓഫീസിൽ പണ്ട് ചോറും കെട്ടിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതെല്ലാവരും അങ്ങനെ ഒരിടത്ത് ജോലിക്ക് പോകുമ്പോൾ ചോറും കെട്ടിപ്പോവും. ചോറും പറ്റാത്ത സാഹചര്യത്തിൽ വെളിയിൽ നിന്ന് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ വലിയ മഹത്തരമായിട്ടൊന്നും അത് വിളമ്പേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഡൽഹിയിലല്ലല്ലോ AK ആൻ്റണിയുടെ വാസം. ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എപ്പോഴാണ്? ഈ നരേന്ദ്രമോദി തുടർച്ചയായിട്ട് പിന്നെയും 19 അധികാരത്തിൽ വന്നു കഴിഞ്ഞു. 2019 അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കോൺഗ്രസ്സുകാരുടെ സകല പ്രതീക്ഷകളും അങ്ങ് പോയി എന്നുള്ളതാണ്. ഇനി ഒരു രക്ഷയുമില്ല. ഇനി ഒരു 10-25 വർഷത്തേക്ക് ഇനി നോക്കണ്ട. കേന്ദ്രം ഭരിക്കുന്നു, ഒപ്പം സംസ്ഥാനവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതും BJPയുടെ മുദ്രാവാക്യവും കൂടിയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. അങ്ങനെ അവസാനം AK ആൻ്റണി എന്ത് ചെയ്തു? എല്ലാം പായം തെറുത്ത് കെട്ടി ഇങ്ങ് പോകുന്നു, തിരുവനന്തപുരത്ത് പോകുന്നു. നമുക്കറിയാം, കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരൊക്കെ ഇപ്പോഴും ഡൽഹിയിൽ തമ്പടിച്ച് കിടപ്പുണ്ട്. ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ അങ്ങ് താമസിക്കും. ആ ഒരു ലഹരിയിൽപ്പെട്ടങ്ങനെ നിൽക്കും. അതങ്ങനെ എല്ലാ തലസ്ഥാന നഗരങ്ങളിലും താമസിച്ച് അവിടവുമായി ഇണങ്ങിച്ചേർന്ന് കഴിയുമ്പോൾ, ഇപ്പോൾ KV തോമസ് കണ്ടു, അദ്ദേഹത്തിന് അവിടം വിട്ടു പോകാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ പാദം കഴുകി തുടച്ചപ്പം അവിടെ വേറെ സ്ഥാനമാനങ്ങളോടുകൂടി അവിടെ ഇരിപ്പുറച്ചു. AK ആൻ്റണിക്ക് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. AK ആൻ്റണി ചില കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടിരുന്നു കേട്ടോ. പിന്നെ എന്താണ്, ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആകാമെന്നുള്ളത്. കോൺഗ്രസ് ഭരിക്കുകയായിരുന്നെങ്കിൽ AK ആൻ്റണി ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആകുമായിരുന്നു. അപ്പം നരേന്ദ്രമോദി പിന്നെയും അധികാരത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി രക്ഷയില്ല, ഇനിയും പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത്, കൂടും കുടുക്കയൊക്കെ എടുത്ത് ഇങ്ങ് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മകനും കോൺഗ്രസിൻ്റെ നിന്ന് പോകുന്നു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു AK ആൻ്റണി ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട് മകൻ BJPയിൽ പോയത്. കാര്യം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ മക്കൾ നല്ല ഉയരങ്ങളിൽ പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കത്തില്ലേ? ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പനി പൂട്ടിക്കെട്ടാൻ പോകുന്നു, അപ്പോൾ വേറൊരു കമ്പനി ജോലി കിട്ടി, നല്ല കമ്പനിയിൽ, തീർച്ചയായിട്ടും പോകത്തില്ലേ?
ആ പോകുന്ന ആളിൻ്റെ അച്ഛനും അമ്മയും സന്തോഷിക്കത്തില്ലേ, ബന്ധുമിത്രാദികളൊക്കെ? അതുപോലുള്ള സന്തോഷം എ കെ ആൻ്റണിക്ക് ഉണ്ടായി. പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചപ്പോൾ എ കെ ആൻ്റണി, എന്തായാലും എ കെ ആൻ്റണിയുടെ കുടുംബമൊക്കെ വിശ്വാസികളാണ്. ഒരു നേരമെങ്കിലും പള്ളി പ്രാർത്ഥിച്ച് കാണത്തില്ലേ, മോനൊന്ന് ജയിക്കണം, പത്തനംതിട്ടയിൽ നിന്ന് BJPയുടെ MP ആയിട്ട് പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കണം എന്ന്. ആൻ്റണി തോക്കണേ എന്ന് എ കെ ആൻ്റണിയുടെ കുടുംബം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അത് വ്യക്തമാണ്. വ്യക്തിപരമായ കാര്യങ്ങളല്ല, ഞാൻ അതിനകത്തൊന്നും കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ ഇന്ത്യയുടെ ഭാവി പ്രസിഡൻ്റ് ആകും എന്നുള്ള സ്വപ്നമൊക്കെ കണ്ട് അത് പൂവണിയാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് എല്ലാം തെറുത്ത് കെട്ടി ഇങ്ങി പോന്നു. അങ്ങനെ ഇവിടെ തിരുവനന്തപുരത്ത് സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന എ കെ ആൻ്റണിയെ ഒന്ന് പോയി കാണുന്നതിൽ ഭാവി പ്രധാനമന്ത്രിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെയും പ്രതീക്ഷകളൊക്കെ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അപ്പം എന്താണ് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ട് അവശകാമുകന്മാർ എന്ന് വേണേൽ പറയാം. ആഗ്രഹിച്ചത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ നിൽക്കുന്ന രാഹുൽ ഗാന്ധി ആ വിഷമത്തിൽ ഇടയ്ക്കിടയ്ക്ക് താടി വളർത്തും അല്ലേ? പണ്ട് താടി വളർത്തുന്നവരെ പറ്റി അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ രണ്ട് നിരാശരായിട്ടുള്ളവർ കണ്ടുമുട്ടി. അങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ട് എനിക്കിതിനെ തോന്നിയിട്ടുള്ളൂ. ഭാവി പ്രസിഡൻറ്റും ഭാവി പ്രധാനമന്ത്രിയും. ജയ് ഹിന്ദ്. മുക്ത ഭാരതം എന്നുള്ളത്. അങ്ങനെ അവസാനം എ കെ ആൻ്റണി എന്ത് ചെയ്തു? എല്ലാം പായം തെറുത്ത് കെട്ടി ഇങ്ങ് പോകുന്നു, തിരുവനന്തപുരത്ത് പോകുന്നു. നമുക്കറിയാം കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരൊക്കെ ഇപ്പോഴും ഡൽഹിയിൽ തമ്പടിച്ച് കിടപ്പുണ്ട്. ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ അങ്ങ് താമസിക്കും. ആ ഒരു ലഹരിയിൽപ്പെട്ടങ്ങനെ നിൽക്കും. അതങ്ങനെ എല്ലാ തലസ്ഥാന നഗരങ്ങളിലും താമസിച്ച് അവിടവുമായി ഇണങ്ങിച്ചേർന്ന് കഴിയുമ്പോൾ ഇപ്പോൾ കെ വി തോമസ് കണ്ടു, അദ്ദേഹത്തിന് അവിടം വിട്ടു പോകാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ പാദം കഴുകി തുടച്ചപ്പം അവിടെ വേറെ സ്ഥാനമാനങ്ങളോടുകൂടി അവിടെ ഇരിപ്പുറച്ചു. എ കെ ആൻ്റണിക്ക് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. എ കെ ആൻ്റണി ചില കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടിരുന്നു കേട്ടോ. ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആകാമെന്നുള്ളത്. കോൺഗ്രസ് ഭരിക്കുകയായിരുന്നെങ്കിൽ എ കെ ആൻ്റണി ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആകുമായിരുന്നു. അപ്പം നരേന്ദ്രമോദി പിന്നെയും അധികാരത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി രക്ഷയില്ല, ഇനിയും പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത്, കൂടും കുടുക്കയൊക്കെ എടുത്ത് ഇങ്ങി പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മകനും കോൺഗ്രസിൻ്റെ നിന്ന് പോകുന്നു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു എ കെ ആൻ്റണി ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട് മകൻ BJPയിൽ പോയത്. കാര്യം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ മക്കൾ നല്ല ഉയരങ്ങളിൽ പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കത്തില്ലേ? ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പനി പൂട്ടിക്കെട്ടാൻ പോകുന്നു, അപ്പോൾ വേറൊരു കമ്പനി ജോലി കിട്ടി, നല്ല കമ്പനിയിൽ, തീർച്ചയായിട്ടും പോകത്തില്ലേ? ആ പോകുന്ന ആളിൻ്റെ അച്ഛനും അമ്മയും സന്തോഷിക്കത്തില്ലേ, ബന്ധുമിത്രാദികളൊക്കെ? അതുപോലുള്ള സന്തോഷം എ കെ ആൻ്റണിക്ക് ഉണ്ടായി. പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചപ്പോൾ എ കെ ആൻ്റണി, എന്തായാലും എ കെ ആൻ്റണിയുടെ കുടുംബമൊക്കെ വിശ്വാസികളാണ്. ഒരു നേരമെങ്കിലും പള്ളി പ്രാർത്ഥിച്ച് കാണത്തില്ലേ, മോനൊന്ന് ജയിക്കണം, പത്തനംതിട്ടയിൽ നിന്ന് BJPയുടെ MP ആയിട്ട് പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കണം എന്ന്. ആൻ്റണി തോക്കണേ എന്ന് എ കെ ആൻ്റണിയുടെ കുടുംബം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അത് വ്യക്തമാണ്. വ്യക്തിപരമായ കാര്യങ്ങളല്ല, ഞാൻ അതിനകത്തൊന്നും കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ ഇന്ത്യയുടെ ഭാവി പ്രസിഡൻ്റ് ആകും എന്നുള്ള സ്വപ്നമൊക്കെ കണ്ട് അത് പൂവണിയാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് എല്ലാം തെറുത്ത് കെട്ടി ഇങ്ങി പോന്നു. അങ്ങനെ ഇവിടെ തിരുവനന്തപുരത്ത് സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന എ കെ ആൻ്റണിയെ ഒന്ന് പോയി കാണുന്നതിൽ ഭാവി പ്രധാനമന്ത്രിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെയും പ്രതീക്ഷകളൊക്കെ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ട് അവശകാമുകന്മാർ എന്ന് വേണേൽ പറയാം. ആഗ്രഹിച്ചത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ നിൽക്കുന്ന രാഹുൽ ഗാന്ധി ആ വിഷമത്തിൽ ഇടയ്ക്കിടയ്ക്ക് താടി വളർത്തും അല്ലേ? പണ്ട് താടി വളർത്തുന്നവരെ പറ്റി അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ രണ്ട് നിരാശരായിട്ടുള്ളവർ കണ്ടുമുട്ടി. അങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ട് എനിക്കിതിനെ തോന്നിയിട്ടുള്ളൂ. ഭാവി പ്രസിഡൻറ്റും ഭാവി പ്രധാനമന്ത്രിയും. ജയ് ഹിന്ദ്.